ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ കഴിഞ്ഞ വീഡിയോയിൽ മിസ്സ് പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സാണ് റാൻഡമായിട്ട് എടുക്കേണ്ടതെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഷാഹിദാണ് 4 ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫൊറിയർ സീരീസ്, അതുപോലെ തന്നെ ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം, അതുപോലെ തന്നെ റാൻഡം വോക്ക്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിയലി അപ്രിഷ്യേറ്റ് ഫോർ യുവർ കമൻറ്റ്. കാരണം നല്ല വെയിറ്റേജ് ഉള്ള, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ചോദിച്ചേക്കുന്നത്. സോ ഐ റിയലി അപ്രിഷ്യേറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ഞാൻ ഇന്ന് വിചാരിച്ചത് ഡയറക്റ്റ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇന്ന് ഇത് നമ്മൾ കുറേ തവണ പഠിക്കുന്ന 4 ടോപ്പിക്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫൊറിയർ സീരീസൊക്കെ. പക്ഷേ കൂടുതലും നമ്മൾ ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്, എന്നിട്ട് നമ്മളതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു PhD ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെയോ വേറെ ഏതെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ ഫിസിക്സ് റിലേറ്റഡ് പോയി കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്കതിൻ്റെ മീനിങ്, അതിൻ്റെ ഒരു ഫിസിക്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫൊറിയർ സീരീസ്, ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇതിൻ്റെ മൂന്നിൻ്റെയും തിയറി ബിഹൈൻഡ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് പ്രോബ്ലമും ഇക്വേഷനും പ്രോബ്ലമൊക്കെ വരാൻ പോകുന്നത്. അപ്പം ഞാൻ നമുക്ക് കുറച്ചൊരു റിയൽ വേൾഡ് ആയിട്ടും കൂടെ കുറച്ച് എക്സാമ്പിൾസും കൂടെ വെച്ചിട്ട് വേണം ഇതിനെ അനലൈസ് ചെയ്യാനായിട്ട്. എനിവേ, ഇറ്റ്സ് റെക്കോർഡിംഗ് റൈറ്റ്? യാ, ഓക്കെ. സോ ഇപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, ഡയറക്റ്റ് ഞാൻ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പം ഈ 3 കാര്യങ്ങളും തമ്മിൽ കണക്റ്റഡ് ആണ്. അതായത് ഫൊറിയർ സീരീസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഫൊറിയർ ട്രാൻസ്ഫോം ആണെങ്കിലും, ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിലും, ഇത് 3 തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പം ഞാൻ പറയാണ്, നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ഫങ്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിഗ്നൽ കിട്ടുമ്പോൾ നമ്മളെപ്പോഴും ദാറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്, അപ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതിനെ നമ്മളെപ്പോഴും മറ്റൊരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം അത് കൂടുതൽ മനസ്സിലായാലും ഇത്ര ആലോചിക്കുക. അതായത് ഒരു കോംപ്ലിക്കേറ്റഡ്, അപ്പോൾ എപ്പോഴാണ് ഇവരൊക്കെ യൂസ് ചെയ്യുന്നത്, ഇവരെയൊക്കെ നമുക്ക് ആവശ്യം വരുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിഗ്നലോ വരുമ്പം അതിനെ പഠിക്കാനായിട്ട് ഇങ്ങനെയുള്ളവരെ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്കതിനെ അനലൈസ് ചെയ്യും. അപ്പം അതിനെയാണ് നമ്മൾ ബ്രോഡ്ലി ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമായിട്ട് കാണുന്നത്. ഇപ്പം നമുക്ക് ഇതൊരു റിയൽ വേൾഡ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് ഒരു പീരിയോഡിക് ഫങ്ഷൻ. പീരിയോഡിക് ഫങ്ഷൻ എന്താ? ഇപ്പം ഞാനൊരു ഊഞ്ഞാലെടുത്ത് കഴിഞ്ഞാൽ ഊഞ്ഞാലിൻ്റെ പ്രത്യേകത എന്താ? ഇത് മുമ്പിലേക്ക് വരും, പിന്നെ സെൻറ്ററിലേക്ക് നിൽക്കും, പിന്നെ പുറകോട്ട് പോകും. ഇത് തന്നെ റിപ്പീറ്റ് അല്ലേ? ഇവിടുന്ന് തുടങ്ങും, സെൻറ്ററിലേക്ക് വരും, ഇങ്ങോട്ട് പോവും, ഇവിടെ വരും, സെൻറ്ററിലേക്ക് പോവും, പിന്നെ തിരിച്ച് അതിൻ്റെ ബാക്ക് ടു നോർമൽ പൊസിഷൻ അല്ലേ? വീണ്ടും ഇങ്ങനെ വരും, സെൻറ്ററിലേക്ക് വരും, ഇങ്ങോട്ട്. ഇത് നേരെ തിരിച്ച്. അതായത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് സെയിം പീരിയോഡിക്കായിട്ടാണ് അല്ലേ? ഒരു സമയമനുസരിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മുന്നോട്ട് പോകുന്നു, പിന്നോട്ട് വരുന്നു, അങ്ങനെ. അപ്പോൾ വീണ്ടും മുന്നോട്ട് പോകുന്നു, പിന്നിലേക്ക് വരുന്നു. അപ്പം അങ്ങനെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പം അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ കഴിഞ്ഞാലും അതേ ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇപ്പം T എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോയി പുറകോട്ട് വരുവാണ്. ദെൻ T' എന്ന് പറയുന്നൊരു ടൈം എടുത്താലും ഇതിൻ്റെ ബിഹേവിയർ മുന്നോട്ട് പോയി പുറകോട്ട് വരിക. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ കഴിഞ്ഞാലും അതേ ബിഹേവിയർ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളതിനെ പീരിയോഡിക് ബിഹേവിയർ എന്നാണ് പറയുക. ഇപ്പോൾ f(t + t) = f(t). ഓക്കെ, ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പോൾ മാത്തമാറ്റിക്കലി ഒരു ഫങ്ഷനെ
ഒരു പീരീഡ് ടി ആണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് അതിൻ്റെ പീരീഡാണ് ക്യാപിറ്റൽ ടി എങ്കിൽ നമുക്കതിനെ എഫ് ഓഫ് ഈ ഒരു രീതിയിൽ അതിനെ എഴുതാനായിട്ട് പറ്റും. ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ക്യാപിറ്റൽ ടി കഴിയുമ്പം ഫംഗ്ഷൻ വീണ്ടും അതേ വാല്യൂയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളത്. അതാണ് ഇനിഷ്യൽ അല്ലെങ്കിൽ ഫൈനലിന് ശേഷവും അത് എന്താ പറയുക, അതേ ബിഹേവിയറിലേക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്ന അതേ ബിഹേവിയറിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളത്. അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമല്ലോ. എത്ര ടൈം ഇൻ്റർവെൽ കഴിഞ്ഞാലും സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് മിസ് അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു പെൻഡുലം അല്ല, അത് ഒരു സിമ്പിൾ പെൻഡുലം, ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ, അല്ലെങ്കിൽ ഒരു ട്യൂണിങ് ഫോക്ക്. അപ്പം അങ്ങനെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പം ഇതിൻ്റെ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ഞാൻ പറയുന്നത്, ഇപ്പം ഇതൊക്കെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഇതെന്താണ്, ഇപ്പോൾ പീരിയോഡിക് മോഷൻ എന്താണ്, പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഫൊറിയർ സീരീസിൻ്റെ ഒക്കെ ഇത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞാൻ പറയുകയാണ് ടൈം പീരീഡ്. അപ്പോൾ ടി എന്ന് വെച്ചാൽ ടൈം പീരീഡിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ് അല്ലേ. ഇൻവേഴ്സ് ഓഫ് ടൈം പീരീഡിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും എന്താ, ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. ഒരു കംപ്ലീറ്റ് സൈക്കിള് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം പീരീഡ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ നടക്കുന്നു, ഒരു സെക്കൻഡ്, ഇപ്പം 1 സെക്കൻഡിൽ എത്ര സൈക്കിളായിരിക്കും കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര സൈക്കിൾ നടന്നു അടുത്ത സെക്കൻഡ്, അങ്ങനെ ഓരോ സെക്കൻഡിലും എത്ര സൈക്കിൾ എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ മുഴുവനും എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയവും, ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ അത് എത്ര സൈക്കിൾ നടക്കുന്നു, ഓരോ പെർ സെക്കൻഡിൽ എത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, അപ്പം ഈ പീരിയോഡിക് ഫംഗ്ഷൻ എക്സാമ്പിൾ വേറെ പറയുവാണെങ്കിൽ സൈൻ, അതുപോലെ തന്നെ കൊസൈൻ ഫങ്ഷൻസ് ഒക്കെ പീരിയോഡിക് ഫംഗ്ഷൻ അല്ലേ. അതായത് നമുക്ക് ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് സൈനും കൊസൈനും പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ y ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. y ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. അപ്പോൾ സൈനിൻ്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കഴിഞ്ഞാൽ അതേ ഷേപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യത്തില്ലേ. അപ്പം ഞാൻ കാണിച്ചു തരാവേ. ജസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഓസിലേഷൻസ് നേരത്തെ പറഞ്ഞില്ലേ, അതാണ്. സൈൻ എന്തെന്ന് ഉണ്ടോ, സൈൻ വേവ് നോക്കിക്കേ മക്കളെ. ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പം അതിൻ്റെ ബിഹേവിയർ വീണ്ടും പഴയതിലേക്ക് തന്നെ വരുവാണ്. അതായത് പ്രത്യേകിച്ച് ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല, ഒരു സെയിം ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊസൈൻ ഫംഗ്ഷൻ എടുത്താലും കൊസൈൻ വേവിൻ്റെ പ്രത്യേകത എന്താ, സെയിം പാറ്റേൺ ആണ് എത്ര ടൈം പീരീഡ് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സൈൻ കൊസൈൻ ഫങ്ഷൻസിനെ കൂടുതലും വേവ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേവിനെ കുറിച്ച് പറയുമ്പോൾ സൈൻ കൊസൈൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്, റിപ്പീറ്റഡ് പാറ്റേൺ ആണ്, നമുക്ക് പറയാൻ എളുപ്പമാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനും പറ്റും. അപ്പം ഒരാൾക്ക് എന്താ പറയുക, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി പോലുള്ളതിനെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമാണ് സൈൻ കൊസൈൻ ഫങ്ഷൻസ് എടുക്കുന്നത് അല്ലേ. അപ്പം ഒമേഗ ടി നമ്മളെപ്പോഴും നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി എന്ന ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുത്താൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടാണ് മിസ് വേഗം പറയുന്നത്. അപ്പം എ എന്ന് പറയുന്നത് എപ്പോഴും ആംപ്ലിറ്റ്യൂഡിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ, ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഒമേഗ എപ്പോഴും ആംഗുലർ ഫ്രീക്വൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേവ് എത്ര വേഗത്തിൽ ഓസിലേറ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ആക്ച്വലി ഒരു ഇൻഫോർമേഷൻ കിട്ടും. ഒരു വേവിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇപ്പം ഒരു കൊസൈൻ അല്ലെങ്കിൽ സൈനിൻ്റെ രൂപത്തിൽ അതിനെ കണക്കാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു വേവ് എത്ര വേഗത്തിലാണ് ഓസിലേഷൻ ചെയ്യുന്നത്, അത് എത്ര വേഗത്തിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും കേസിൽ ഞാനിപ്പം മിസ് പറഞ്ഞ എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പീരിയോഡിക് ഫംഗ്ഷനെ കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാണ്? പീരിയോഡിക്. അതായത് എൻ്റെ കയ്യിലൊരു വേവ് ഉണ്ട്, ആ വേവ് ഓരോ ടൈം ഇൻ്റർവെൽ കഴിയുമ്പം റിപ്പീറ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കാണിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, സെയിം ആയിട്ട്. ഇപ്പം ടി ടൈമിൽ അതിൻ്റെ ബിഹേവിയർ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ആണെങ്കിൽ T2 ടൈമിലും അതിൻ്റെ ബിഹേവിയർ അങ്ങനെ തന്നെ ആയിരിക്കും. ടോട്ടൽ ടി എടുത്താലും അതിൻ്റെ ബിഹേവിയറിന് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയുള്ള കേസിനെയാണ് പീരിയോഡിക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സമയത്താണ് സൈനും കൊസൈനും ഒക്കെ നമ്മൾ എടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കഥ ഞാൻ പറഞ്ഞ എന്തിനാണ്, ഊഞ്ഞാലിൻ്റെ കാര്യവും ഈ പീരിയോഡിക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് നമ്മുടെ നിങ്ങൾ ചോദിച്ച ഫൊറിയർ സീരീസ്, ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. I just wanted to ask you something that റിയൽ സിഗ്നൽസ് എല്ലാം സൈൻ വേവ് ആണോ, അല്ലെങ്കിൽ റിയൽ സിഗ്നൽസ് എല്ലാം പീരിയോഡിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലേ, പറയാൻ പറ്റുമോ? ഇപ്പം നമ്മൾ എല്ലാം എഫിഷ്യൻ്റാണ്, എല്ലാം പെർഫെക്റ്റ്ലി സിമെട്രിക് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി ഫൊറിയർ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സിഗ്നൽസും ഒരു പെർഫെക്റ്റ് സൈൻ വേവ് ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇപ്പം നമുക്കൊരു സ്ക്വയർ വേവ് എടുത്തെന്ന് വെച്ചോ. ചില വേവ് ഇപ്പം ഞാൻ ഉണ്ടോ ഇതിൻ്റെ അകത്ത് സ്ക്വയർ വേവ് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്ക്വയർ വേവിനെ അനലൈസ് ചെയ്തെന്ന് വെച്ചോ. ഇപ്പം മിസ് ചെയ്ത് പീരിയോഡിക് അല്ലേ? അതേടാ, പീരിയോഡിക്കാണ്. പക്ഷെ ഇത് സൈനാണോ, സൈൻ വേവുകളാണോ? സൈൻ അല്ല, അല്ലേ? അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ റിയൽ ലൈഫിൽ കിട്ടുന്ന എല്ലാ സിഗ്നലുകളും ഒന്നുകിൽ നമുക്ക് പറയാം എല്ലാം പീരിയോഡിക് ആവണം എന്നില്ല. രണ്ടാമത് നമുക്ക് പറയാം ചിലപ്പോൾ പീരിയോഡിക് ആയിരിക്കും, പക്ഷെ അതൊരു പെർഫെക്റ്റ് സൈൻ വേവ് ആയിരിക്കണം എന്നില്ല. പെർഫെക്റ്റ് ഒരു സൈൻ വേവ് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ സൈൻ വേവ് ഒക്കെ ആണെങ്കിലാണ് നമുക്കതിനെ അനലൈസ് ചെയ്യാൻ എളുപ്പം. അതേസമയം ഒരു സ്ക്വയർ ഷേപ്ഡ് പീരിയോഡിക്കായിട്ടുള്ള ഒരു സിഗ്നൽ കിട്ടിയാൽ നമ്മളതിനെ എങ്ങനെ അനലൈസ് ചെയ്യും? ഇവിടെയാണ് ആക്ച്വലി ഫൊറിയർ സീരീസ് വരുന്നത്. മനസ്സിലായോ? ചിലപ്പോൾ പീരിയോഡിക് ആവാം, പക്ഷേ സൈൻ ആയിരിക്കണം എന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കേസുകളിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തേ, അപ്പം നമുക്ക് പറയാൻ പറ്റും ഓക്കെ ശരി പീരിയോഡിക് ഫംഗ്ഷനാണ്, പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പീരിയോഡിക് ഫംഗ്ഷനാണ്. അപ്പം അവിടെയാണ് ആക്ച്വലി നമ്മൾ ഫൊറിയർ സീരീസ് യൂസ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞേ, ഒരു കോംപ്ലിക്കേറ്റഡ് പീരിയോഡിക് ഫംഗ്ഷൻ ഉണ്ട്. ഒരു പീരിയോഡിക് ഫംഗ്ഷനെ ഞാൻ എന്താക്കും? സൈൻ അല്ലെങ്കിൽ സൈനും കൊസൈനും, സൈൻ പ്ലസ് കൊസൈൻ കമ്പോണൻസ് ആയിട്ട് അതിനെ മാറ്റും. സൈൻ പ്ലസ് കൊസൈൻ കമ്പോണൻസ് ആയിട്ട് മാറ്റാൻ കാരണം അത് കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ. അപ്പോൾ ഫൊറിയർ സീരീസ് നമ്മോട് ആക്ച്വലി പറയുന്നത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ്. അതായത് വെൻ യു ഹാവ് എ പീരിയോഡിക് ഫംഗ്ഷൻ ബട്ട് ദാറ്റ് പീരിയോഡിക് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി കോംപ്ലിക്കേറ്റഡ്, then you have to convert that into sine plus cosine components. Then you can able to analyze the function in a more practical way. Okay, അപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് പീരിയോഡിക് ഫംഗ്ഷനെ പല സിമ്പിൾ ആയിട്ടുള്ള സൈൻ കൊസൈൻ ഫംഗ്ഷൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ആക്ച്വലി കോൾഡ് ഫൊറിയർ സീരീസ്. ഓക്കെ, ഞാനിപ്പം ജസ്റ്റ് ഇന്ന് ഇക്വേഷൻ ഒന്നും എഴുതുന്നില്ലെന്ന് വിചാരിച്ചാണ്. എന്നാലും നമുക്ക് ഇക്വേഷൻ എഴുതിയില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നോട്ട് ചെയ്യണം എന്നില്ല കേട്ടോ. നാളെ നമ്മളിതിൻ്റെ ക്ലാസ് എടുക്കും, പ്രോബ്ലംസ് തുടങ്ങും. അപ്പം ഇതാണ് നമ്മുടെ ബേസിക്കായിട്ടുള്ള നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ ഫോം. ഓക്കെ, അപ്പം ഇതാണ് ജനറൽ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷനെ എന്തായിട്ട് നമ്മൾ എഴുതി? സൈനും കോസും കൊസൈൻ സൈൻ കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്താ പറയാൻ പറ്റുക പിന്നെ? അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത നമ്മുടെ സ്ക്വയർ വേവ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെയുള്ള സ്ക്വയർ വേവ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്ക്വയർ വേവ് പീരിയോഡിക് വേവ് ഫോംസിനെ പല സൈൻ വേവുകളായിട്ട് കമ്പൈൻ ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് അതിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഈസ് ആക്ച്വലി നോൺ ആസ് ദ ഫൊറിയർ സീരീസ്. ഓക്കെ, അപ്പം ഇത്രയും ഒന്ന് എഴുതി, ഇത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ദാറ്റ് ഈസ് എന്താ ഈ പറഞ്ഞേക്കുന്നത്. ഈ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതിയാൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് എഴുതുക താഴെ, എന്നിട്ട് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് താഴെ അതായത് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് എഴുതുക, താഴേക്ക് സൈൻ പ്ലസ് കൊസൈൻ കമ്പോണൻസ് എന്ന് കൊടുക്കുക. ദിസ് ഈസ് കോൾഡ് ഫൊറിയർ സീരീസ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ട് ഫൊറിയർ സീരീസ് എന്ന് പറയുമ്പം മിസ് എഴുതി കാണിക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഇനിയും ഒരിക്കലും മറക്കരുത്, ഫൊറിയർ സീരീസ് എന്ന് പറയുമ്പോഴേ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ പീരിയോഡിക് ആയിരിക്കണം. ബട്ട് ദ പീരിയോഡിക് ഷുഡ് ബി കോംപ്ലിക്കേറ്റഡ് ആവുന്ന സമയത്താണ് നമ്മൾ ഫൊറിയർ സീരീസിലേക്ക് പോകുന്നത്. ഓക്കെ ആണോ?
സോ വി മൂവ് ടു ദ ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പം ഫോറിയർ സീരീസ് മിസ്സ് പറഞ്ഞു പീരിയോഡിക് ഫംഗ്ഷന് ഭയങ്കര യൂസ്ഫുള്ളാണ്, കോംപ്ലിക്കേറ്റഡ് പീരിയോഡിക് ഫംഗ്ഷന് യൂസ്ഫുള്ളാണ്. അപ്പം പീരിയോഡിക് അല്ലാത്ത സിഗ്നലുകളോ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കണ്ടീഷൻ എന്താ പറഞ്ഞത്, പീരിയോഡിക് ആണെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഫോറിയർ സീരീസ് യൂസ് ചെയ്യാൻ പറ്റും. വാട്ട് ഇഫ് ദ സിഗ്നൽ ഈസ് നോട്ട് പീരിയോഡിക്? പീരിയോഡിക് അല്ലെങ്കിലോ? അപ്പം പീരിയോഡിക് അല്ലാത്ത സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കണ്ടൻറ്റ് എങ്ങനെ കണ്ടെത്തും? ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇത് എത്രമാത്രം എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സൗണ്ട് റെക്കോർഡിങ് എടുത്തെന്ന് കരുതുക. അപ്പോൾ ഒരു സൗണ്ട് റെക്കോർഡിങ് എടുത്തു. ടൈം ഡൊമെയിനിൽ നമ്മൾ ആക്ച്വലി കാണുന്നത് എന്താ? അപ്പം അതായത് ടൈം ഡൊമെയിൻ അതൊക്കെ എന്താണെന്ന് മിസ്സ് പറയാം കേട്ടോ. അപ്പോൾ ടൈം ഡൊമെയിൻ എന്നൊരു വാക്കും ഇനി നിങ്ങൾ കേൾക്കും, ഫ്രീക്വൻസി ഡൊമെയിൻ എന്നുള്ള വാക്കും കേൾക്കും. അപ്പോൾ ശരിക്കും ടൈം ഡൊമെയിനിൽ നമ്മൾ എന്തുവാ കാണുന്നത്? സൗണ്ട് സിഗ്നൽ ടൈമിനൊപ്പം എങ്ങനെ മാറുന്നു. ഇപ്പോൾ ഇതാണ് സൗണ്ട് സിഗ്നലെങ്കിൽ സൗണ്ട് സിഗ്നൽ ടി എന്ന് പറയുന്ന സമയമനുസരിച്ച് T1 T2 T3 എന്ന് പറയുന്ന സമയമനുസരിച്ച് സൗണ്ട് സിഗ്നലിന് എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് ടൈം ഡൊമെയിൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സിഗ്നലിൻ്റെ ഉള്ളിൽ ഏത് ഫ്രീക്വൻസിയാണ് ഉള്ളതെന്ന് ചോദിച്ചാലോ, അതായത് ഈ സൗണ്ടെന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് ആവണം എന്ന് നമുക്ക് ഇപ്പം നമ്മളൊരു സ്പീച്ച് നടത്തുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മുടെ സൗണ്ട് ഒരു പീരിയോഡിക് ആണെന്ന്. അതിൻ്റെ റേഞ്ചസ്, അതിൻ്റെ ഫ്രീക്വൻസി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മിസ് ഇപ്പോൾ ഈ ലെക്ചർ എടുക്കുമ്പോൾ തന്നെ പല സമയത്ത് മിസ്സിൻ്റെ ആ ഒരു റേഞ്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം ഞാൻ പറയുന്ന സൗണ്ട് വേവിൻ്റെ അകത്ത് ഫ്രീക്വൻസി ഏതെല്ലാം തരത്തിലുള്ള ഫ്രീക്വൻസി ആണുള്ളതെന്ന് ഒരാൾ ചോദിച്ചാൽ അത് നേരിട്ട് ഒരിക്കലും നമുക്ക് ടൈം ഡൊമെയിൻ ഗ്രാഫ് നോക്കിയാൽ പറയാൻ പറ്റില്ല. പറയാൻ പറ്റും, അതായത് ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ സൗണ്ട് സിഗ്നൽ സമയമനുസരിച്ച് എങ്ങനെ മാറുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫ്രീക്വൻസി പറയാൻ പറ്റും, കാരണം ടൈം അനുസരിച്ച് മാറുന്നതാണല്ലോ. പക്ഷേ ടൈം ഡൊമെയിനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രാഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ആ ടൈം ഡൊമെയിനിനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് മാറ്റുന്നത്. അതായത് നേരിട്ട് ടൈം ഡൊമെയിൻ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് അത്ര ഈസി ആയിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിഗ്നലിനെ നമ്മൾ വേറൊരു റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റും. ദാറ്റ് ഈസ് അതിലെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് അതിനെ കൊണ്ടുവരും. ദിസ് ട്രാൻസ്ഫോർമേഷൻ, ഓക്കെ, എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. യു ഹാവ് ടു തിങ്ക് ഓർ യു ഹാവ് ടു മെമ്മറൈസ് ചെയ്യാൻ പറയുന്നില്ല, ബ്രെയിനെ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈം ഡൊമെയിൻ ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, സോ ടൈം ഡൊമെയിനിൽ നിന്നുകൊണ്ട് ടൈം ഡൊമെയിനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ദാറ്റ് ചേഞ്ച് ഇസ് ആക്ച്വലി ദ ട്രാൻസ്ഫോം അല്ലേ. ഇവിടെ ഒരു ചേഞ്ച് നടന്നു. ദാറ്റ് ഈസ് ടൈമിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ആക്ച്വലി ദ ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ഡൊമെയിൻ കൺവേർട്ടഡ് ടു ഫ്രീക്വൻസി ട്രാൻസ്ഫോം. ടൈം ഡൊമെയിൻ, ഫൊറിയർ ട്രാൻസ്ഫോം, ഫ്രീക്വൻസി ഡൊമെയിൻ. അതായത് ടൈം ഡൊമെയിൻ എന്ന് പറയുന്ന ആ ഡൊമെയിനിൽ ഫൊറിയർ ട്രാൻസ്ഫോം ആക്ട് ചെയ്യുന്ന സമയത്ത് അത് ഫ്രീക്വൻസി ഡൊമെയിനായിട്ട് മാറുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ എഴുതിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ. ഇവിടെ FT എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇത് നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ FT ഇല്ലേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സിഗ്നലാണ്. അതായത് ടൈം ഡൊമെയിനിലുള്ള സിഗ്നൽ. അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Fω കിട്ടും. അതായത് ഇതാണ് നമ്മുടെ ഒറിജിനൽ, നമ്മുടെ പേരൻറ്റ് സിഗ്നൽ എങ്കിൽ അതിനെ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ഒരു ഇൻ്റഗ്രേഷൻ പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കവിടെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് Fω എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡൊമെയിനിൽ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് Fω ആണ്. അത് ഫ്രീക്വൻസി ഡൊമെയിനിൽ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഫ്രീക്വൻസി ഡൊമെയിനിൽ. അപ്പം നമ്മുടെ ടൈം ഡൊമെയിനിലുള്ള സിഗ്നലിനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് ആക്കി. ഓക്കെ ആണോ? ഇനി ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാലോ? ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാം ഒരു റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പം ഞാനൊരു മ്യൂസിക്കൽ സിഗ്നൽ എടുത്തു. അപ്പോൾ മ്യൂസിക്കൽ സിഗ്നലാണ്, സൗണ്ടാണെന്ന് തോന്നുന്നു എളുപ്പം ഇത് പറയാനല്ലേ. അപ്പോൾ ഒരു മ്യൂസിക്കൽ സിഗ്നൽ എടുത്തു. ഓക്കെ, ചിലപ്പം നമുക്ക് എല്ലാ മ്യൂസിക്കൽ സിഗ്നലും അല്ല, ചില മ്യൂസിക്കൽ സിഗ്നലുകൾ നമുക്ക് ഇയറിന് എനിവേ മോർ
എന്തെങ്കിലും ആട്ടെ, മ്യൂസിക്കൽ സിഗ്നൽ നമുക്ക് ഇയറിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സൗണ്ടായിട്ട് തോന്നാം അല്ലേ? ചില മ്യൂസിക് സിഗ്നൽസ് കുറച്ചേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇയറിന് ചെവിക്ക് തോന്നാം. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിഗ്നലിനെ മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യുമ്പം നമുക്ക് വേണമെങ്കിൽ ഈ മ്യൂസിക് സിഗ്നലിൽ എവിടെയൊക്കെയാണ്, അതായത് ഏതൊക്കെ ഫ്രീക്വൻസിയാണ് പ്രധാനമായിട്ടുള്ളതെന്ന് നമുക്ക് തിരക്കാൻ പറ്റും. അതായത് അങ്ങനെ പ്രധാനമായിട്ട് ഏതൊക്കെ ഫ്രീക്വൻസിയാണ് ആ സിഗ്നലിനുള്ളതെന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂളായിട്ട് നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിനെ ആക്ച്വലി പറയാം. മനസ്സിലായോ മിസ് പറഞ്ഞത്? അപ്പോൾ അത് ശരിക്കും ഒരു ടൂളാണ്. അതായത് ഒരു സിഗ്നലിൽ എത്രമാത്രം ഫ്രീക്വൻസി റേഞ്ചുകളുണ്ട്. ഇപ്പം ഞാൻ പറയാം 100 ഹേർട്സ്, 99 ഹേർട്സ്, 1000 ഹേർട്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അപ്പം എത്ര റേഞ്ചാണ് മാക്സിമം എന്ന് വേണമെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാം ആ സിഗ്നലിൽ. ഏത് റേഞ്ചാണ് മിനിമം എന്ന് എനിക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. മനസ്സിലായോടാ? ഒരു സിഗ്നലിൽ എത്ര ഫ്രീക്വൻസി, കൂടിയ ഫ്രീക്വൻസി ഏത്, കുറഞ്ഞ ഫ്രീക്വൻസി ഏത്, ഏത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു, അത് പ്രാക്ടിക്കലി കറക്റ്റാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഏതാണ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളത്, ഏത് ഫ്രീക്വൻസിയാണ് കൂടി നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് തിരക്കാനായിട്ട് അതൊരു ബേസിക്കായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാൻ മിസ് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ എന്താ പറയുക, ആ സിഗ്നലിനെ ഫ്രീക്വൻസീനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഫോറിയർ എന്താ പറയുക ട്രാൻസ്ഫോമും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ. സോ ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ പീരിയോഡിക് ആയിരുന്നു, സൈൻ പ്ലസ് കൊസൈൻ സീരീസ് ആയിരുന്നു. അവിടെ നമുക്കൊരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളൊരു ഹാർമോണിക്സ് ആണ് കിട്ടുക. ഓക്കെ, കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള. അതേസമയം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു നോൺ പീരിയോഡിക്. നോക്കിക്കേ, ഇത് ഞാൻ എഴുതിയിട്ട് ഓൺ ചെയ്യാം. ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ആയിരുന്നു. ഫോറിയർ ട്രാൻസ്ഫോം നോൺ പീരിയോഡിക് സിഗ്നൽസിലാണ് യൂസ് ചെയ്യുക. ഇവിടെ സൈൻ പ്ലസ് കൊസൈൻ ഫങ്ഷൻസ് ആണെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ നമ്മൾ ഫോറിയർ സീരീസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സൈനും കൊസൈൻ്റെയും കമ്പോണൻസ് ആയിട്ടാണെങ്കിൽ ട്രാൻസ്ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡൊമൈനുകളായിട്ടാണ്. പിന്നെ ഇവിടെ ഡിസ്ക്രീറ്റ് ഹാർമോണിക്സ് ആണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇതായിരിക്കത്തില്ല, പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി സ്പെക്ട്രം ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള ബേസിക് ഐഡിയയിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്, സിമിലറാണ്, ബേസിക് ഐഡിയ സിമിലറാണ്. എന്താണ്, ഒരു ഫംഗ്ഷനെ നമ്മൾ പല കമ്പോണൻസ് ആയിട്ട് അല്ലെങ്കിൽ എളുപ്പമുള്ള രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളത്. രണ്ടും ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ ഫ്രീക്വൻസി കണ്ടൻറ്റ് മനസ്സിലാക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി കണ്ടൻറ്റ് തന്നെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഫോറിയർ സീരീസിൽ പ്രധാനമായിട്ടും പീരിയോഡിക് ഫംഗ്ഷൻസിനെയാണ് ഉപയോഗിക്കുന്നത്. ഫോറിയർ ട്രാൻസ്ഫോമിൽ കൂടുതൽ ജനറലാണ്, അതായത് നോൺ പീരിയോഡിക് സിഗ്നൽസിനെയും ഫ്രീക്വൻസി ഡൊമൈനിൽ അനലൈസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഫോറിയറിൽ പീരിയോഡിക് ഫംഗ്ഷന് മാത്രമാണ്, ഫോറിയർ ട്രാൻസ്ഫോമിൽ നോൺ പീരിയോഡിക്കിനെ ഫ്രീക്വൻസി ഡൊമൈനിലാണ്. ഐ ജസ്റ്റ് സ്ട്രെസ് ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഡൊമൈനിലാണ് അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്, ഇതൊക്കെ ആദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്കതുണ്ടോ അതോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന മിസ്സിന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. നമ്മളിത് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ശരിക്കും എന്തിനാണ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ആക്കുന്നത്? അതിൻ്റെ ഗുണം എന്താ? വേറെ എന്തെങ്കിലും ഒരു ഡൊമൈൻ ഉണ്ടാകുമോ ഒരു സിഗ്നലിന്? ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കണ്ടെത്താനായിട്ട് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? ടൈം ഡൊമൈനിൽ ഇപ്പോൾ ടൈം ഡൊമൈനിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് അതിൽ നിന്ന് എന്താണെങ്കിലും ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അപ്പം എന്തിനായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ടൈമിൽ നിന്ന് നമ്മൾ ഈ ഫ്രീക്വൻസി ഡൊമൈൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒരു സിഗ്നലിൻ്റെ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം കൂടുതലായിട്ട് അത് പറയുകയാണെങ്കിൽ ഫ്രീക്വൻസി കേവലം ഞാൻ പറഞ്ഞല്ല, അതൊരു നമ്പർ. ഇപ്പം 100 ഹേർട്സ് എന്ന് പറയുന്നൊരു സിഗ്നലിന് അത്രയും ഈ ഒരു ന്യൂമറിക്കൽ 100 എന്ന് പറയുന്ന നമ്പർ അറിയാൻ വേണ്ടി മാത്രമല്ല ആക്ച്വലി നമ്മൾ ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അതായത് ഫ്രീക്വൻസി അറിയുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നൊന്ന് ആലോചിച്ച് നോക്കുമോ? ഇപ്പം നമ്മൾ ഓർക്കുക, ഓക്കെ, ഇപ്പം ഞാൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസി അറിഞ്ഞാൽ തന്നെ സിഗ്നലിൽ എന്തൊക്കെ പീരിയോഡിക് കമ്പോണൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അധികം അറിയണമെങ്കിൽ യു ഹാവ് ടു സെർച്ച് ഫോർ ദാറ്റ് കേട്ടോ, എങ്ങനെയായിരിക്കും അതെന്നുള്ളത്. അപ്പോൾ സിഗ്നലിൽ എന്തൊക്കെ പീരിയോഡിക് കമ്പോണൻസ് ആ സിഗ്നലിൽ ഉണ്ടെന്ന് അറിയാൻ പറ്റും.
പിന്നെ ഒരു ഫ്രീക്വൻസി, ഒരു സിഗ്നൽ എനിക്ക് ഇപ്പം ഞാൻ മിസ് നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫ്രീക്വൻസി, ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ആ സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ. എവിടെയാണ് നോയ്സ് വന്നേക്കുന്നത്, ആവശ്യമില്ലാത്ത ഏതെങ്കിലും നോയ്സ് ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി കമ്പോണൻസിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ. അതായത് ഒരു സിഗ്നലിൽ തന്നെ 100, 99 അങ്ങനെ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി കമ്പോണൻസ് ഒരു സിഗ്നലിൽ തന്നെ ഉണ്ട്. അത് എത്രയൊക്കെ ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ നടക്കുമ്പോൾ ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ചിലപ്പം അതിൽ ഫ്രീക്വൻസി മാറി കൂടി കുറഞ്ഞു, അപ്പോൾ എന്ത് പ്രശ്നം കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഫ്രീക്വൻസി എവിടെയുണ്ടോ അവിടെ നമ്മൾ പറയുന്ന വാക്കാണ് റെസണൻസ്. റെസണൻസ് അല്ലേ, എന്താ റെസണൻസ് എന്ന് നോക്കണം, അറിയത്തില്ലെങ്കിൽ ഓക്കെ ഹോംവർക്കായിട്ട് നോക്കിക്കോ റെസണൻസ് എന്താണെന്ന്. അപ്പോൾ റെസണൻസ് എന്താണെന്ന് നമുക്ക്, റെസണൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണമെങ്കിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്കറിയാമല്ലോ, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ അതിനെ ഒരു സിഗ്നലിനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സിഗ്നലിനെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ആ സിഗ്നലിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഓഡിയോയിൽ ഏത് ഫ്രീക്വൻസി കമ്പോണൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ സിഗ്നേച്ചർ ഓഫ് ഹൗ എ സിസ്റ്റം ഈസ് ഓസിലേറ്റിംഗ്. അപ്പം ഒരു സിസ്റ്റം എങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്, ഒരു ഇത്ര ടൈം പീരീഡിൽ എത്ര നമ്പർ ഓഫ് ഓസിലേഷൻസ് ഉണ്ടായെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സിസ്റ്റം എങ്ങനെയാണ്, ഹൗ എ സിസ്റ്റം ഈസ് ഓസിലേറ്റിംഗ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ ടൈം ഡൊമൈനിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് എന്തിനാണ് പോകണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോയ്സ് കണ്ടുപിടിക്കാൻ പറ്റും, ഇങ്ങനെ പല പല കാര്യങ്ങൾ അതിൽ നിന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനിയും ഞാൻ ലാസ്റ്റ് നമ്മുടെ കണ്ടൻറ്റാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തേ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാനൊന്ന് മാറ്റുവാണേ. അപ്പോൾ ഫൊറിയർ നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നു ഒന്ന് ഓർത്തേ. ഫൊറിയർ സീരീസ് എന്തായിരുന്നു? ഓക്കെ, ഫൊറിയർ സീരീസ് ആകുമ്പം പീരിയോഡിക് ആയിരുന്നു. ഓക്കെ, അതവിടെ നിന്നോട്ടെ. ഫൊറിയർ ട്രാൻസ്ഫോം നമ്മളോട് എന്തോ പറഞ്ഞത്, അതായത് ഫൊറിയർ ട്രാൻസ്ഫോം സിമ്പിളായിട്ട് നമ്മളോട് ചോദിച്ചത് ഈ സിഗ്നലിൽ ഏതൊക്കെ ഫ്രീക്വൻസി ഉണ്ട്, ഈ സിഗ്നലിൽ എത്ര ഫ്രീക്വൻസി ഉണ്ടെന്നൊന്ന് കണ്ടെത്താവോ എന്നാണ് പറഞ്ഞത്. പക്ഷേ ലാപ്ലേസ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനാണ്. ഇപ്പോൾ മിസ്സേ ഇതും ഒരു ട്രാൻസ്ഫോം അല്ലേ? ഫൊറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ ഇതൊരു ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലേ? അതെ, ഇതും ഒരു ട്രാൻസ്ഫോം ആണ്. പക്ഷേ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് കേട്ടോ. നമ്മുടെയൊക്കെ ആളായിട്ടുള്ള ആരാണ്? നമ്മുടെ സ്വന്തം ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന നമ്മുടെ ആൾ വരുമ്പോഴാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് വരുന്നത്. ഫൊറിയർ ട്രാൻസ്ഫോമിലേക്കല്ല, ലാപ്ലേസ് ട്രാൻസ്ഫോം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയാവോ? ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതെടുക്കാം? ഇത് ഞാൻ എഴുതാവേ. d/dt പ്ലസ് ഏത് കൊടുക്കണം അവിടെ? ay ഈക്വൽ ടു എഫ് ഓഫ് ടി. ഓക്കെ, അതൊരു സിമ്പിളാണല്ലോ. എഫ് ഈക്വൽ ടു ഓക്കെ എഫ് ഓഫ് ടി, കറക്റ്റ് അല്ലേ? dy/dt. ഓക്കെ, സോ ഇവിടെ ഞാൻ പറയാം, സപ്പോസ് ഇങ്ങനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷന് മക്കൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഇത് നമുക്ക് നേരിട്ട് സോൾവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ? ഇപ്പം മിസ്സ് പറയുകയാണ്, മിസ്സിനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടി. ഇപ്പോൾ നിങ്ങളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെന്ന് വിചാരിച്ചോ, ഇതാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് മിസ്സ് സോൾവ് ചെയ്യാൻ പറയുക. ഞാൻ നോക്കിയപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് ഡിഫിക്കൽട്ടാണ്, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മറ്റൊരു ഫോമിലേക്ക് ആക്കാൻ നോക്കും, വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കും. നേരത്തെ നമ്മുടെ കയ്യിലൊരു സിഗ്നൽ ആയിരുന്നടാ, അത് പീരിയോഡിക്കും ആവാം നോൺ പീരിയോഡിക്കും ആവാം. നോൺ പീരിയോഡിക് ആണെങ്കിൽ ഞാൻ ഫൊറിയർ ട്രാൻസ്ഫോം എടുത്തു, എന്നിട്ട് ഞാൻ അതിനെ ടൈം ഡൊമൈനിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ സിഗ്നലിനെ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ നിങ്ങൾ എനിക്ക് സിഗ്നൽ അല്ല തന്നേക്കുന്ന, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊണ്ട് വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ അതിനെ എന്ത് ചെയ്തടാ, വേറെ ഒരു ഫോമിലേക്ക്, വേറെ ഒരു എന്താ പറയുക, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ടൂൾ. ഈ ഫൊറിയർ ട്രാൻസ്ഫോമും ഫൊറിയർ സീരീസും ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ ഒരു ടൂളാണ്, മാത്തമാറ്റിക്കൽ ടൂളാണ്. ആ ടൂൾ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേറൊരു ഫോമിലേക്ക് മാറ്റി. ദിസ് ഈസ് ആക്ച്വലി സിംപ്ലി കോൾഡ് ദ എന്താ പറയുക, ലാപ്ലേസ് ട്രാൻസ്ഫോം. അതായത് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിച്ച ടൂളാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. മനസ്സിലായോ? എന്തെങ്കിലും ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ,
ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായി. അതിനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ പാടാ മക്കൾ തന്നത്. ഞാനവിടെ സിമ്പിളായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതിൻ്റെ ഇടയിൽ കയറ്റി ഒരു ടൂളായിട്ട് യൂസ് ചെയ്തു. അറ്റ് ദ ടൈം ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നിങ്ങൾ തന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ, അതൊരു ഓൾജിബ്രിക് ഫംഗ്ഷനായിട്ട് അങ്ങ് മാറി, അല്ലെങ്കിൽ ഓൾജിബ്രിക് ഇക്വേഷനായിട്ട് മാറി. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ മാജിക്, ദ മാജിക് ബിഹൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇത്രയും മനസ്സിലായോ? ആക്ച്വലി നിങ്ങൾ ഇന്ന് ഇത്രയും ഓർത്താൽ മതി. നാളെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം, അതായത് നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആയിരിക്കും, അപ്പം നമുക്ക് കൂടുതൽ എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു ഇത്രയും പറഞ്ഞല്ലേ, ഒരു ഇക്വേഷൻ എഴുതാം അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നൊരു എന്താടാ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇതെങ്ങനെയാണ് വായിക്കുന്നത്? എഫ് ഓഫ് ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് ആണ്. ഒരു എന്താണ്, അതിനെ വേറൊരു രീതിയിലേക്ക് ഞാൻ മാറ്റി. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടീനെ എന്താക്കി മാറ്റി? ഇതണ്ടേ, നോക്കിയേ മോനെ നോക്കിയേ. ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ എഫ് ഓഫ് എസിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതായത് എഫ് ഓഫ് എസ് ഈക്വൽ ടു, റെഡ് വേണ്ട അല്ലേ, കണ്ണിന് എഫ് ഓഫ് എസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 to ഇൻഫിനിറ്റി. ഇക്വേഷൻ പറഞ്ഞേ, എഫ് ഓഫ് ടി ഇ റേസ് ടു എസ് ടി ഡി ടി അല്ലേ? ഇത് ശരിയല്ലേ? കറക്റ്റാണ്. എഫ് ഓഫ് എസ് അല്ലേ, അതായത് ടൈം ഡൊമെയിനെ നമ്മൾ മാറ്റി. ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച്, ഒരു ഇൻ്റഗ്രൽ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ടൈം ഡൊമെയിനെ വേറൊരു ഡൊമെയിനിലേക്ക്, അല്ലെങ്കിൽ വേറൊരു സ്റ്റേജിലേക്ക് നമ്മൾ മാറ്റി. ഇപ്പോൾ ഇവിടെ എസ് ആണ് നമ്മുടെ ലാപ്ലേസ് ഡൊമെയിനിലെ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇത് എന്തായിട്ടാണ് മാറ്റുന്നതെന്ന് ഞാൻ മനസ്സിലായോ? നിങ്ങൾക്ക് അതിന് ഡൗട്ട് ഉണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പം ഡി വൈ ബൈ ഡി ടി, ഡി എക്സ് കൊടുക്കാം. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു, ഇപ്പം എ എക്സ് ഓഫ്, ഇത് ഫുൾ പോയോ, ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എ എക്സ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മുടെ ഇത് നോക്കിയേ, എക്സ് ഓഫ് ടി അല്ലേ, ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനാണിവിടെ. എന്താണ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടൈം ടീനെ നമുക്ക് ഫ്രീക്വൻസി ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു കണ്ടൻറ്റിന് പകരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എക്സ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ ഒരു പുതിയ റെപ്രസെൻറ്റേഷൻ ആക്കുന്നു. ദാറ്റ് ഈസ് എക്സ് ഓഫ് എസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ഡൊമെയിൻ വേരിയബിളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം മനസ്സിലാക്കിയ പോലെ ടൈമിനെ ഫ്രീക്വൻസി ആക്കുന്ന നല്ല മക്കൾ മനസ്സിലാക്കേണ്ടത്, പകരം എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്ന ഫംഗ്ഷനെ ഞാനൊരു പുതിയ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ആ റെപ്രസെൻറ്റേഷനാണ് എക്സ് ഓഫ് എസ്, ടിയിൽ നിന്ന് എസ്സിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ ടിയിൽ നിന്ന് എസ്സിലേക്കാകുന്നു. അപ്പോൾ ഇവിടെ എസ് എന്താ മിസ്സേ? അങ്ങനെയാണ് എസ് എന്താ? എസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ഡൊമെയിൻ, അതായത് ലാപ്ലേസിലുള്ള ആ ഡൊമെയിൻ വേരിയബിളിനെയാണ് നമ്മൾ എസ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം ഇവിടെ പറയാൻ. അപ്പോൾ ഡെറിവേറ്റീവിന് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ മാജിക് എന്ന് പറയുന്നത് എന്താ? ഒറിജിനൽ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വേറൊരു റെപ്രസെൻറ്റേഷനിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ഒറിജിനൽ ഇക്വേഷനിൽ ഉണ്ടായിരുന്ന ഡി എക്സ് ബൈ ഡി ടി എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാറിയിട്ട് അവിടെ എസ്സിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇതെന്താ ശരിക്കും? ഇതൊരു ഓൾജിബ്രിക് ഫംഗ്ഷനായിട്ട് മാറും. അതുകൊണ്ടാണ് ആക്ച്വലി ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ്ഫുൾ ആണെന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾക്കായിരിക്കും ഇനി ഡൗട്ട്. അതായത് ഫൊറിയർ, ഒന്നുകൂടെ ഞാൻ പറയാവേ, ഫൊറിയർ ട്രാൻസ്ഫോമിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഫൊറിയർ ട്രാൻസ്ഫോമിൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരാളെ, അതായത് ടൈം ഡൊമെയിനെ ഞാൻ എക്സ് ഓഫ് എഫ്, അതായത് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് മാറ്റി. ഇവിടെ നമ്മൾ ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷനെ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ടൈമിൽ നമ്മൾ പറയുന്നത്, ടൈം ഡൊമെയിനിൽ എന്താ പറയുന്നത്? സിഗ്നൽ എങ്ങനെ മാറുന്നു. അതേസമയം ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്താ പറയുന്നത്? സിഗ്നലിൽ ഏതൊക്കെ ഫ്രീക്വൻസി ഉണ്ട്, എത്ര ഫ്രീക്വൻസി സിഗ്നലിലുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം
ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരാളുണ്ട്, അതിനെ എക്സ് ഓഫ് എസ്സിലേക്കാണ് മാറ്റുന്നത്. അതായത് ഇവിടുത്തെ പ്രധാന നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഞാനൊരു ഓൾജിബ്രിക് ഇക്വേഷനായിട്ടാണ് മാറ്റുന്നത്. അതിനാൽ ലാപ്ലേസിനെ നമുക്ക് എന്താണ് ടൈമിനെ ഫ്രീക്വൻസിയിലേക്ക് മാറ്റുന്നു എന്ന് നമുക്ക് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പം ടൈം ഡൊമെയിൻ ഫംഗ്ഷനെ എസ് ഡൊമെയിൻ റെപ്രസെൻറ്റേഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓൾജിബ്രിക് ഇക്വേഷനാക്കി സോൾവ് ചെയ്യുന്നു എന്നതാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ച മിസ് എന്താ പറഞ്ഞത്, എന്താണ് ചെയ്യുന്നത്? ലാപ്ലേസ് എന്ന് പറയുന്നത് ടൈം ഡൊമെയിനിൽ നിൽക്കുന്ന ഫംഗ്ഷനെ എസ് ഡൊമെയിൻ റെപ്രസെൻറ്റേഷനിലേക്ക് പതിയെ ട്രാൻസ്ഫോം ചെയ്ത് എന്തിനു വേണ്ടിയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓൾജിബ്രിക് ഇക്വേഷനാക്കി സോൾവ് ചെയ്യാൻ. അപ്പം നിങ്ങൾ എനിക്ക് തന്ന കോംപ്ലിക്കേറ്റഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഞാൻ ലാപ്ലേസ് എന്ന് പറയുന്നൊരു ചെറിയ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരും. മനസ്സിലായോ? ഓക്കെ, അപ്പം എസ് എന്ന് പറയുന്ന ലാപ്ലേസ് വേരിയബിൾ, ഇത്രയും മിനിമം മനസ്സിലാക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യം ടൈം ഡൊമെയിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കാൻ നോക്കുക, എവിടെന്നേലും ഫ്രീക്വൻസി ഡൊമെയിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ് ഒക്കെ നമുക്കറിയാവുന്ന, പക്ഷേ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും എല്ലാ ടോപ്പിക്സും കുറച്ച് നേരം ഒന്ന് എവിടെന്നെങ്കിലും ഒന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ ഒന്നും കൂടെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് ഒന്നും കൂടെ ഞാനൊന്ന് ഇത് കുറച്ച് നല്ലൊരു എന്താ പറയുക ഒരു ഐഡിയ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത് കേട്ടോ. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ടൈം ഡൊമെയിൻ ഇപ്പോൾ ഒരു എർത്ത് ക്വേക്ക്, ഒരു ഭൂകമ്പം എടുക്കുകയാണെങ്കിൽ ആ ഭൂകമ്പം എപ്പോഴാണ് ശക്തമായത്, എപ്പോഴാണ് അതിന് സ്ട്രെങ്ത് വന്നത്, ഏത് സമയത്താണത് സ്ട്രെങ്ത് അല്ലെങ്കിൽ എപ്പോഴാണത് ശക്തമായതെന്നുള്ളതാണ് ടൈം ഡൊമെയിൻ. പക്ഷെ അതിനെ ഞാൻ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ ഭൂകമ്പത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ഫ്രീക്വൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ ഏത് ഫ്രീക്വൻസിയിലാണ് മാക്സിമം സംഭവിച്ചത്, ഏത് കുറഞ്ഞ ഫ്രീക്വൻസിയിലാണ് ഭൂകമ്പത്തിൽ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഏതാ, കൂടിയ ഫ്രീക്വൻസി ഏതാ, ഇവിടെ എപ്പോഴാണ് കൂടിയത്, ഏത് സ്ട്രെങ്ത് എപ്പോഴാണ് ഏത് സമയത്താണ് കൂടിയതെന്നുള്ളതാണ്. പക്ഷേ ഫ്രീക്വൻസി ഡൊമെയിൻ എടുത്താൽ അതിലുള്ള ഓരോ ഫ്രീക്വൻസി, ഓരോ പ്രധാനമായിട്ട് ഏതൊക്കെ ഫ്രീക്വൻസി ആ ഭൂകമ്പത്തിലുണ്ട്, ആ ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് യൂസ്ഫുള്ളാണ്. ടൈം ഡൊമെയിനും എപ്പോഴും ഒരു സിഗ്നലിനെ ടൈം ഡൊമെയിനിലേക്ക് മാറ്റി ഫ്രീക്വൻസി ആക്കിയാൽ മാത്രമേ ഉള്ളെന്നല്ല, രണ്ടിനും രണ്ട് പർപ്പസ് ഉണ്ടെന്ന് ഓർക്കുക. അപ്പം നമ്മളൊരു സിഗ്നലിനെ ടൈം ഡൊമെയിനിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് മാറ്റുന്നത് ടൈം ഡൊമെയിനിന് ഇൻഫോർമേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, അതും ഓർത്ത് വെക്കുക. പകരം ഒരു സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യണമെങ്കിൽ സ്ട്രെങ്ത് മാത്രമല്ല വേറെ എന്തെങ്കിലും, അതിൽ നോയ്സ് ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ ഒരു എക്സ്ട്രാ പോയിൻറ്റും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഫ്രീക്വൻസി ഡൊമെയിനാണ് നല്ലത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ടൈം ഡൊമെയിന് പ്രധാനമായിട്ട് നമ്മുടെ സിഗ്നൽ ടൈമിനോടൊപ്പം എങ്ങനെ മാറുന്നു അല്ലേ, അതാ പറയാം. പക്ഷേ ഫ്രീക്വൻസി ഡൊമെയിന് എത്രയൊക്കെ സിഗ്നലിന് എന്തൊക്കെ ഫ്രീക്വൻസിയാണ്, ഓരോ ഫ്രീക്വൻസിക്കും എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ, എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട് ഫ്രീക്വൻസിയിലെന്നൊക്കെ മനസ്സിലാവും. പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റൊരു പൊട്ട ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ടാണ് നമ്മളൊരു വെലോസിറ്റി അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ അതിനെ ആംപ്ലിറ്റ്യൂഡ്, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. വെലോസിറ്റി, ആക്സിലറേഷൻ, ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെയുള്ള സിഗ്നലിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവയും നമുക്ക് സിഗ്നലിന് യൂസ്ഫുള്ളായിട്ടുള്ള ക്വാണ്ടിറ്റീസ് അല്ലേ. അപ്പോൾ ഇതൊന്നും നോക്കാതെ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നത്, പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും ആക്ച്വലി ഇപ്പം ഈ വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ടൈം ഡൊമെയിൻ അല്ലേ, അതായത് dx/dt, അവിടെ ഒരു ടൈം ഡൊമെയിൻ റേഞ്ച് തന്നെ അല്ലേ. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അവിടെയും ടൈമാണ് അല്ലേ. അപ്പം അവിടെ അത് കൂടുതലും ടൈമിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഫ്രീക്വൻസി കണ്ടൻറ്റിനെ നേരിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള റെപ്രസെൻറ്റേഷനൊന്നും വെലോസിറ്റിയിലും ആക്സിലറേഷനിലും ആംപ്ലിറ്റ്യൂഡിലൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ലക്ഷ്യം നമ്മൾ സിഗ്നലിനെ സിംപ്ലി മറ്റൊരു ക്വാണ്ടിറ്റി ആക്കുക എന്നതല്ലല്ലോ അല്ലേ. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ എയിം എന്ന് പറയുന്നത് വെറുതെ നമുക്കൊരു സിഗ്നലിനെ വേറൊരു ക്വാണ്ടിറ്റി ആക്കുന്നതല്ല, പകരം ആ സിഗ്നലിനെ ഹിഡൻ ഫ്രീക്വൻസി കമ്പോണൻസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് മാറ്റുന്നത്. ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയാലാണ് ഒരു അഡീഷണൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഏത് ഡൊമെയിനിലേക്ക് മാറ്റിയാലും അവരൊക്കെ ടൈമിനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നവരാണ്. അപ്പോൾ ഒറ്റ വേർഡിൽ ഞാൻ അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. നോക്കിക്കേ,
വേണ്ടേ, ഇതൊന്ന് മനസ്സിലാക്കിയത് എഴുതിയെടുക്കൊന്നും വേണ്ട, മനസ്സിൽ ഓർത്താൽ മതി കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നത്? ടൈം ഡൊമൈൻ പറയുന്നത് എപ്പം നടന്നു, എപ്പം സ്ട്രെങ്ത് ആയി. ഫ്രീക്വൻസി ഡൊമൈൻ പറയുന്ന വാട്ട് ഫ്രീക്വൻസി, ഏതൊക്കെ ഫ്രീക്വൻസി ഉള്ളിലുണ്ടായിരുന്നു. സോ ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ള 2 കാര്യങ്ങൾ. ചിലപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ക്ലാസ്സിലോട്ട് കയറി ടൈം ഡൊമൈൻ, ഫ്രീക്വൻസി ഡൊമൈൻ, അത് ട്രാൻസ്ഫോം, ഈ ട്രാൻസ്ഫോം നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഇങ്ങനെ പറയുമ്പം കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആകും. അപ്പോൾ ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഇനി ആര് ചോദിച്ചാലും ട്രാൻസ്ഫോം ഒന്നും ഇല്ലടാ, ദാറ്റ് ഈസ് ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്. അത് എന്തെങ്കിലുമൊക്കെ ആക്കി എളുപ്പമാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂൾ, അത്ര മാത്രമേ ഉള്ളൂ. ഇനിയും ഈ തിയറിയിലേക്ക് ഇക്വേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര കോംപ്ലിക്കേഷൻ തോന്നത്തില്ല. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളെ ഞാൻ വിചാരിക്കുന്നത് ഫൊറിയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്, ഇക്വേഷൻസും പ്രോബ്ലം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഏറ്റവും നാളെ തന്നെ ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം, മുന്നോട്ട് നമുക്ക് പോവാം. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ജെനുവിനായിട്ട് പഠിക്കണം, മീൻസ് എക്സാം അങ്ങനെയുള്ളവർക്ക് ചാനൽ അറിയത്തില്ലെങ്കിൽ, മലയാളം ചാനലുണ്ട് എന്ന് അറിയത്തില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യു ഹാവ് ടു ഷെയർ നമ്മുടെ നോളജ് ആൻഡ് എല്ലാം. പിന്നെ അപ്പോൾ ഞാൻ അറിയുന്ന പോലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ്, അയ്യോ ഈ ടോപ്പിക്ക് ഭയങ്കര എളുപ്പമാണല്ലോ പക്ഷേ എനിക്കിത് അറിയത്തില്ല, ഇതെങ്ങനെ ഞാൻ ചോദിക്കും, അങ്ങനെയൊന്നും മടി വേണ്ട. ഭയങ്കര സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഡൗട്ടുണ്ട്, മറ്റുള്ളവർക്ക് സിമ്പിളാണ്, എനിക്കത് സിമ്പിളായിട്ട് തോന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു കമൻറ്റ്. ഓക്കെ, നമുക്ക് ഭയങ്കര വെയിറ്റേജ് ഉള്ളത് മാത്രമേ ചോദിക്കാം, അങ്ങനെയൊന്നുമില്ല. ഉള്ളത് നിങ്ങൾ ചോദിക്കാം, മിസ്സിന് പറ്റുന്ന പോലെ എടുത്തു തരാം ക്ലാസ്. So that's for today and thank you so much. Bye.